ഇത് 2016 സ്വിഫ്റ്റ് ഡിസയർ VDI ആണ്. 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഡീസലാണ്. ഇത് 2015 മോഡല് റിറ്റ്സ് VXI. 42,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 3 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് ഫിനാൻസ് കിട്ടും. ഇത് വന്നിട്ട് 2014 ഹുണ്ടായി എക്സെന്റ് ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. കിലോമീറ്റർ വന്നിട്ട് 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു 20-ന് മുകളിൽ മൈലേജ് കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേക്ക് 2015 ഹോണ്ട സിറ്റി ആണ്. V വേരിയൻ്റ് ആണ്. പെട്രോളാണ്. 90,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വണ്ടി അത്യാവശ്യം എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി, മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നേക്കുന്നത്. യാംസ് കാസിനകത്താണ് വന്നേക്കുന്നത്. പുതിയാവിന് സമീപമാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യും, പക്ഷേ ഒരുപാട് വണ്ടികളുണ്ടെങ്കിൽ മാത്രമേ ഒക്കെ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരു 8-9 മാസത്തിൽ പുറത്തായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം 1 വർഷം അടുപ്പിച്ചായെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളാണ് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. മിതമായ പ്രൈസിനൊക്കെ കൊടുക്കുന്ന ഒരു നല്ല ഷോപ്പാണ്. അപ്പോൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികൾ ഇപ്പോൾ കിടക്കുന്ന സ്റ്റോക്കുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഇക്ക നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു കച്ചവട രീതികളൊക്കെ? മഴയൊക്കെ അല്ലേ, എങ്ങനെയുണ്ട്? കുറേ കാലമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്. ഏകദേശം ഒരു വർഷം ഉണ്ടായി. മഴയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിലൊരു എല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളാണ് ഇപ്പോൾ കിടക്കണേ? നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള വണ്ടികൾ തൊട്ട് മുകളിലോട്ടുള്ളതുണ്ട്. മേളിലോട്ടുള്ള ഒരുപാടങ്ങ് കൂടിയൊന്നുമില്ല. എന്നാലും എത്ര റേഞ്ച്? നമുക്കിപ്പോൾ ഇവിടെ മാക്സിമം റേഞ്ച് ഇപ്പം കറണ്ട് ഇതിൽ നിൽക്കുന്നത് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ റേഞ്ചിലുള്ള. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിനൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ്. ഓക്കെ, അപ്പം നമ്മളെ ഷോപ്പ് കറക്റ്റ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി പുതിയകാവ്. പുതിയകാവ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. അതായത് ഓപ്പോസിറ്റ് RJ സുസുക്കിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും യാംസ് ഷോപ്പ് അല്ലേ? അതെ, പുതിയകാവിനും പുത്തൻതെരുവിനും ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. തീർച്ചയായിട്ടും. ഇത് വരുമ്പോഴത്തേക്ക് 2018 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള VXI ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് പെട്രോള്. കിലോമീറ്റർ വന്നിട്ട് 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 4,95,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. അത്യാവശ്യം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കിലോമീറ്റർ ഒക്കെ ജെന്യുവൻ അല്ലേ? 1 lakh കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ. ഇതിൻ്റെ സർവീസ് റെക്കോർഡ്സ് ഷോറൂമിലുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? 4,95,000 രൂപ. നമുക്ക് ഫുൾ ഫിനാൻസ് വേണ്ട ഒരു കസ്റ്റമർക്ക് നമുക്കിത് ഫുള്ളും ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ഫെസിലിറ്റി ഉണ്ട്. അതെ, അത്യാവശ്യം ട്രാക്കുള്ള കസ്റ്റമർക്ക്. ഇത് വന്നിട്ട് 2014 ഫോക്സ് വാഗൺ ജെറ്റയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 1 lakh അപ്പോൾ ഇത് ഓടിയിട്ടുണ്ട്. 3.5 ലക്ഷം രൂപയോളം ഈ വണ്ടിക്ക് ഫിനാൻസ് കിട്ടും. ഇതിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 3,95,000 രൂപയാണ്. ഇത് വേരിയൻ്റ് ഏതാ? ടോപ്പ് വേരിയൻ്റ് ആണ് ഹൈലൈൻ ഡീസൽ, സിംഗിൾ ഓണർ. 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. ഷോറൂം സർവീസ് തന്നെയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എല്ലാ സർവീസും അത്യാവശ്യം ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന, ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം ഇത്തിരി പവറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന 2 ലിറ്റർ എഞ്ചിനാണ് ഇത് വണ്ടി വരുന്നത്. ഓക്കെ, എത്ര ചോദ്യം? 3,95,000 രൂപയ്ക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും ഒരു കസ്റ്റമർക്ക്. 3.5 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് കിട്ടും. ഇത് വരുമ്പോഴത്തേക്ക് 2015 ഹോണ്ട സിറ്റിയാണ്. V വേരിയൻ്റ് ആണ്. പെട്രോളാണ്. 90,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വണ്ടി അത്യാവശ്യം എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി, മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഷോറൂം സർവീസ് തന്നെയാണ് വണ്ടി. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. 90,000 സംതിങ്, അതായത് മീൻസ് 95ഓളം കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട്. 4 ലക്ഷം രൂപയോളം നമുക്കിത് ഫിനാൻസ് കിട്ടും. 4,95,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. V വേരിയൻ്റ് ആണ്. ക്വാളിറ്റി വണ്ടിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഒരു എബോ ആവറേജ് ടയർ ഉണ്ട്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റിയാണ് വണ്ടി. എത്ര രൂപ വേണം നമുക്ക് ഇറക്കാൻ? നമുക്കിതൊരു 90,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. അത്യാവശ്യം ഒരു ലക്ഷറി, മീഡിയം ലക്ഷറി സെഡാൻ വണ്ടി. ഇത് 2016 സ്വിഫ്റ്റ് ഡിസയർ VDI ആണ്. 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ഡീസലാണ്. VDI വേരിയൻ്റ്. ഷോറൂം സർവീസ് തന്നെയാണ് ഈ വണ്ടിയും. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. മെക്കാനിക്കൽ ഇഷ്യൂസോ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. നല്ലൊരു കസ്റ്റമർക്ക് 4 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ പറ്റും.
4.5 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില. 50,000 രൂപയുള്ള കസ്റ്റമർക്ക് അത്യാവശ്യം ഒരു ഡീസൽ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഈ ടയർ ആവറേജ് താഴെ അല്ലേ? ആവറേജ് ടയേഴ്സേ ഉള്ളൂ. ഡീസൽ വണ്ടിയാണ്. എത്ര ചോദ്യം എത്ര? 4.5 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. നമുക്ക് 50,000 രൂപയുള്ള ഒരു കസ്റ്റമർക്ക് ഒരു സെഡാൻ ഡീസൽ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് 2015 മോഡല് റിറ്റ്സ് VXi. 42,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 3 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് ഫിനാൻസ് കിട്ടും. 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. പക്ഷേ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഷോറൂം സർവീസ് തന്നെയാണ്. നമുക്കിതിൻ്റെ സർവീസ് റെക്കോർഡ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ കിട്ടും. ജെന്യൂൻ കിലോമീറ്റർ ആണ്. 3 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് കിട്ടും. അത്യാവശ്യം ചെറിയൊരു വണ്ടി നോക്കുന്ന, നല്ലൊരു വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് 100% വിശ്വാസത്തോടുകൂടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ചോദ്യം? 3.5 ലക്ഷം രൂപയാണ് വണ്ടിയുടെ വില. 3 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. 50,000 രൂപയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. 2019 മോഡൽ നിസാൻ ഡാറ്റ്സൺ റെഡിഗോ ആണ്. 63,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 2nd ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. നല്ലൊരു കസ്റ്റമർക്ക് നമുക്ക് ഫുൾ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ വണ്ടി. 63,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. AC പവർ സ്റ്റിയറിങ്, 2 ഡോർ പവർ വിൻഡോ വരുന്നതാണ് ഈ വേരിയൻറ്റ്. ടയറൊക്കെ അത്യാവശ്യം ഏകദേശം ഒരു 80% ടയേഴ്സ് ഉണ്ട്. ഇതിനും ആക്സിഡൻറ്റ് ഹിസ്റ്ററി, മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. ഫുൾ ഫിനാൻസ് വേണ്ട ഒരു കസ്റ്റമർക്ക് നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ നമുക്കിത് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര ചോദ്യം? 2 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില. എന്തെങ്കിലും ചെറിയ വ്യത്യാസപ്പെടുത്തിയേക്ക് നല്ലൊരു കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് ഫുൾ ഫിനാൻസ് കിട്ടും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് വന്നിട്ട് 2013 ഹോണ്ട ബ്രിയോ പെട്രോള്. ഇത് 3rd ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 70,000 സംതിങ്ങോളം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മാനുവലാണ്. ഇതിനും 2 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് എടുത്ത് കൊടുക്കാൻ പറ്റും. 2,35,000 രൂപയാണ് വണ്ടിയുടെ വില. 35,000 രൂപയുള്ളൊരു കസ്റ്റമർക്ക് ഈ വണ്ടി 2 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്ത് വണ്ടി സ്വന്തമാക്കാൻ പറ്റും. അത്യാവശ്യം കുഞ്ഞു വണ്ടി, ഇത്തിരി സ്റ്റൈലിഷ് വണ്ടിയൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ഇത് ബേസ് മോഡലാണിത്. അതെ, 2 ഡോർ ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരും. 2 മാനുവലാണ് വരുന്നത്. ചോദ്യം എത്ര? 2,35,000 രൂപ. അലോയൊക്കെ കയറ്റിയിട്ടുണ്ട്. എക്സ്ട്രാ അലോയ് വീൽസ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട് 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇത് വന്നിട്ട് 2022 നിസാൻ മാഗ്നൈറ്റ് മാനുവലാണ്. പെട്രോളാണ് വേരിയൻ്റ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് വേണ്ട ഒരു കസ്റ്റമർക്ക് ഫുൾ ലോൺ ഫെസിലിറ്റി ഉണ്ട്. 4,95,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. നമുക്ക് ഫുൾ ലോൺ വേണ്ടവർക്ക് ഫുൾ ലോൺ ഇട്ട് വണ്ടി കൊടുക്കാൻ പറ്റും. നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി, മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല ഈ വണ്ടിക്കും. ഷോറൂം സർവീസ് തന്നെയാണിത്. വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മോഡലിൽ കൂടിയ 5 ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള നല്ലൊരു വണ്ടി. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ കിലോമീറ്റർ, അതിൽ നമ്മൾ ഗ്യാരണ്ടിയാണ്. അതിനകത്തൊരു സംശയം വേണ്ട. സനുവിനിത് വിശ്വാസത്തോടുകൂടി പറയാം, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇത് വന്നിട്ട് 2016 വണ്ടി നിസാൻ റെഡിഗോ. 2nd ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. പക്ഷേ ഈ വണ്ടി 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടിയുടെ വില 1,45,000 രൂപയാണ്. ഫുൾ ഫിനാൻസ് വേണ്ട ഒരു കസ്റ്റമർക്ക് നമുക്കിത് 1.5 ലക്ഷം രൂപ വേണമെങ്കിലും ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം ഇൻറ്റീരിയറൊക്കെ പക്ക ക്വാളിറ്റിയാണ്. മറ്റ് ആക്സിഡൻറ്റ് ഹിസ്റ്ററി, മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല. നല്ല വണ്ടി തന്നെയാണ്. പിന്നെ 1 ലക്ഷം കിലോമീറ്റർ ഓടിയെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. റീപ്ലേസ്മെൻ്റ് ഉള്ള വണ്ടിക്ക് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു റീപ്ലേസ്മെൻറ്റിന് ഇത് പാർട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ നമ്മൾ തുടങ്ങത്തുള്ളൂ. ഇത് വന്നിട്ട് 2014 ഹുണ്ടായി എക്സെൻറ്റ് ഡീസലാണ്. 2nd ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. കിലോമീറ്റർ വന്നിട്ട് 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു 20-ന് മുകളിൽ മൈലേജ് കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ്. 2.5 ലക്ഷം രൂപ ഈ വണ്ടിക്ക് ഫിനാൻസ് കിട്ടും. 50,000 രൂപയുള്ള കസ്റ്റമർക്ക് നമുക്കിത് വണ്ടി ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപാകതകളൊന്നുമില്ല, ഒരപാകതയില്ല. നല്ല വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? ഇതും ബേസ് മോഡൽ ആ സെഗ്മെൻ്റ് ആണ് വരുന്നത്. 2 ഡോറ് ഫ്രണ്ട്, 2 ഡോർ പവർ വിൻഡോ, റിയർ മാനുവലാണ് വരുന്നത്. ഓക്കെ, എത്ര ചോദ്യം? 3 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചോദ്യം. നമുക്ക് 2.5 ലക്ഷം രൂപയോളം ഫിനാൻസ് കിട്ടും. 50,000 രൂപയുള്ള ഒരു കസ്റ്റമർക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള, അതായത് 20-ന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഒരു ചെറിയ വാഹനം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. 2.5 ലക്ഷം രൂപയോളം ഉറപ്പായിട്ടും ഇതിന് ഫിനാൻസ് കിട്ടും. ഇത് വന്നിട്ട് ഫോക്സ് വാഗൻ പോളോ 2011 വണ്ടിയാണ്. കംഫർട്ട് ലൈൻ. 2nd ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 80,000 കിലോമീറ്റർ ഷോറൂം സർവീസ് തന്നെ ചെയ്ത് ഉപയോഗിച്ച നല്ലൊരു വണ്ടി.
നമുക്ക് ഈ വണ്ടിക്ക് ഫിനാൻസ് എത്രത്തോളം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ 2,35,000 രൂപ മുടക്കാനുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഫോക്സ് വാഗനിൽ വരുന്ന കംഫർട്ട് ലൈൻ വേരിയൻ്റ് ഉള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന 80,000 കിലോമീറ്റർ ഓടിയ പോളോ. നല്ല വണ്ടി, അതായത് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും. 80,000 കിലോമീറ്ററും ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്ത് ഉപയോഗിച്ച നല്ലൊരു വണ്ടി. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ എങ്ങനെയാണ് അത് യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2,35,000 രൂപ മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നല്ലൊരു ഹാച്ച് ബാക്ക് വണ്ടി, ഒരു സ്റ്റൈലിഷ് പെട്രോൾ വാഹനം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് വന്നിട്ട് 2022 മോഡൽ റെനോൾട്ട് ട്രൈബർ ഓട്ടോമാറ്റിക് ആണ്. ടോപ്പ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് പെട്രോൾ. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. 30,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം ഒരു ഫാമിലിക്ക് പോകാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വണ്ടി. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. ഈ വണ്ടിക്ക് നമുക്ക് 5 ലക്ഷത്തോളം രൂപ നമുക്ക് ഫിനാൻസ് കിട്ടും. ഇതിനും ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അത്യാവശ്യം ഒരു ഡിക്കി സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഇതിനൊരു കാരിയറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് എടുത്ത് കൊടുക്കാൻ പറ്റും. 1 ലക്ഷം രൂപയോളം മുടക്കാൻ ശേഷിയുള്ള ഒരു കസ്റ്റമർക്ക് നമുക്കൊരു കുഞ്ഞ് സ്റ്റൈലിഷ് 7 സീറ്റർ വണ്ടി, നമ്മുടെ ഗ്യാരണ്ടിയാണത്. അത് നമ്മൾ എത്രയോ വണ്ടികൾ കൊടുത്തിരിക്കുന്നു ട്രൈബർ. ഒരു ചെറിയ ഫാമിലിക്ക് 1 ലിറ്റർ ആണെന്നേ ഉള്ളൂ, വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. 7 സീറ്റർ പർപ്പസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഫിനാൻസ് കിട്ടുന്ന നല്ലൊരു വണ്ടി. എത്ര രൂപയാണ് നമുക്ക് ഇറക്കാം? 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇറക്കാം. 95,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. 5 ലക്ഷം രൂപയോളം നോർമലി ഇതിന് നമുക്ക് ഫിനാൻസ് എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 2022 വണ്ടിയാണ് ഇത്. ടോപ്പ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഫോക്സ് വാഗൻ അമിയോ പെട്രോൾ കംഫർട്ട് ലൈൻ ആണ്. 50,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ല. 3,75,000 രൂപയാണ് ഈ വണ്ടിയുടെ വില. ഈ 3,75,000 രൂപയും നമുക്ക് ഫിനാൻസ് ചെയ്തൊരു കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ആക്സിഡൻറ്റോ മെക്കാനിക്കൽ ഇഷ്യൂസോ ഒന്നുമില്ലാത്ത നല്ലൊരു വണ്ടിയാണ്. 2017 മോഡലുണ്ട്. ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പക്കാ ക്വാളിറ്റിയാണ്. 3,75,000 രൂപ നമ്മുടെ ആസ്കിങ് റേറ്റാണ്. 3,65,000 രൂപയ്ക്ക് നമുക്കിത് ഫൈനലിൽ കൊടുക്കാൻ പറ്റും. പെട്രോളാണ്. ഈ 3,65,000 രൂപയും നമുക്ക് ഇതിന് ഫുൾ ഓൺ ചെയ്ത് ഒരു കസ്റ്റമർ കൊടുക്കാൻ പറ്റും. ഇത് മൈലേജ് എന്താണ്? മൈലേജ് ഒക്കെ ഒരു 15 നിയർ ബൈ 15 ഒക്കെ കിട്ടും. 15 അതിനോടടുപ്പിച്ച് കിട്ടും. ഞാൻ ഓടിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഡ്രൈവ് ഒക്കെ സൂപ്പറാണ്. ഇത് വന്നിട്ട് 2009 റീടെസ്റ്റ് കഴിഞ്ഞ ഒരു വാഗണറാണ്. ആവറേജ് ക്വാളിറ്റിയേ ഉള്ളൂ. എന്തായാലും ഒരു 90,000 രൂപയ്ക്കൊക്കെ ഈ വണ്ടി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. നമ്മളിതൊരു എക്സ്ചേഞ്ച് എടുത്ത വെഹിക്കിളാണ്. 1 ലക്ഷം കിലോമീറ്ററോളം ഈ വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. LXI വേരിയൻ്റ് ആണ്. ഓക്കെ, 90,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ആവറേജ് ക്വാളിറ്റിയേ ഉള്ളൂ. അത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അത്യാവശ്യം ടെസ്റ്റ് ഡ്രൈവും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിച്ച് കൊണ്ട് നടക്കാൻ പറ്റും. ഇതിനെ കഴുകാതൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. 90 രൂപ. അതെ, 2009 മോഡൽ സിംഗിൾ ഓണർ LXI വേരിയൻറ്റ് 1 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ഒരു ചെറിയ വണ്ടി, അത്രേ ഉള്ളൂ. ഇത് വന്നിട്ട് 2015 മോഡൽ i20 ആസ്ത ഓപ്ഷണൽ പെട്രോളാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വണ്ടി ഉള്ളത്. ടോപ്പ് വേരിയൻ്റ് ആണ്. 55,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടി, നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ്. എല്ലാ സർവീസും ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചേക്കുന്ന നല്ലൊരു വണ്ടി. 4,25,000 രൂപയാണ് വണ്ടിയുടെ വില. 4,25,000. അതെ അതെ, 3.5 ലക്ഷം രൂപയോളം നല്ല ട്രാക്കൊക്കെ ഉള്ള കസ്റ്റമർക്ക് 4 ലക്ഷം രൂപയും ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 3.5 ലക്ഷം രൂപ നമുക്ക് ഷുവറായിട്ടും ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ലൊരു വണ്ടി, നല്ലൊരു പെട്രോൾ വണ്ടി, നല്ലൊരു ഹാച്ച് ബാക്ക് i20 ടോപ്പ് വേരിയൻറ്റ് നോക്കുന്ന ആൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന i20 ആസ്ത ഓപ്ഷണൽ പെട്രോൾ. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല മാന്യമായ വിലയിൽ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളിനി കമൻറ്റായിട്ട് പറയുക. അത്യാവശ്യം മാന്യമായ വിലയിൽ നല്ല നല്ല വണ്ടികളായിരുന്നു കാണിച്ചത്. ഇത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊക്കെ നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.